രാജ് ഓട്ടോ സ്പേസ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഹീറോ ജെന്യൂൻ ബോക്സ്. രാജ് ഓട്ടോ സ്പേസിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. This is the product. എക്സ്പോസ് റാലിക്ക് നമ്മളൊരു സെൻട്രൽ സ്റ്റാൻഡ് വാങ്ങിയിരിക്കുകയാണ്. ലെറ്റ്സ് ഇൻസ്റ്റാൾ. സ്പ്രിങ്ങും ഒരു ലോക്കും കൊടുത്തിട്ടുണ്ടേ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നല്ല ഹെവി സ്പ്രിങ്. റാലിക്ക് നമ്മള് രാജ് ഓട്ടോ സ്പേസിന്റെ സെൻട്രൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് ഏകദേശം ഇത്ര താഴ്ന്ന് നിൽക്കുന്നുണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ സീനാവോ ഇല്ലയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം. സ്റ്റാൻഡ് ഇട്ടതിന് ശേഷം ഉള്ള വ്യൂ ആണിത്. ഇതെല്ല അടിപൊളിയായിട്ട് പൊന്തി കിടക്കുന്നുണ്ട്. നല്ല ഒരു 2 ഇഞ്ച് ഗ്യാപ്പോളം ഉണ്ട് ടയറിന് ശേഷം. നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാനും പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും. പക്ഷേ ഓഫ് റോഡ് പോകുമ്പോൾ സീനാവോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏകദേശം 2500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പെഡാക് സ്റ്റാൻഡ് മേടിക്കുന്നതിനും നല്ലത് ഇങ്ങനെ ഒരു സെൻട്രൽ സ്റ്റാൻഡ് മേടിച്ച് വെക്കുന്നതാണ്. നമുക്ക് യൂണിവേഴ്സലായിട്ട് എവിടെയും യൂസ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പെഡോക്ക് മേടിക്കാതെ സെൻട്രൽ സ്റ്റാൻഡ് മേടിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ലൈക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ അഴിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഓഫ് റോഡൊന്നും പോകണ്ട, പിന്നെ ചെറിയ കോർണർ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ടച്ച് ചെയ്തതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഉരഞ്ഞിട്ട് വീഴാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നൈസായിട്ട് എന്തായിട്ടുണ്ട് ഞാൻ അഴിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം നമ്മൾ ലൂബ് ചെയ്യുമ്പോഴും മറ്റൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്രോസാമൂര അപ്പുറത്തോട്ട് വെക്കുക, ഇതിൽ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പെഡോക്ക് സ്റ്റാൻഡ് പോലെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്യലേ ഇനിയിപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ എക്സ്പൾസ് റാലിക്കോ എക്സ്പൾസിനോ സെൻട്രൽ സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ മീൻസ് സെൻട്രൽ സ്റ്റാൻഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഇതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴും അല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ് ചാടുമ്പോഴോ പിന്നെ കോർണർ ചെയ്യുന്ന സമയത്തോ നല്ല രീതിക്ക് ഉരയുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ മാക്സിമം പെഡോക്ക് സ്റ്റാൻഡ് തന്നെ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കിപ്പോൾ എന്തായാലും ഒരു 2500 ഇതിൽ മുടക്കുന്നുണ്ട്. ഏകദേശം ആ റേഞ്ച് തന്നെയാണ് ഒരു പെഡോക്ക് സ്റ്റാൻഡിന് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻജോയ്.